തെരഞ്ഞെടുപ്പ് പരാജയത്തിന് പിന്നാലെ കോൺഗ്രസ് നേതൃത്വത്തെ വിമർശിച്ചുകൊണ്ട് ദിഗ്വിജയ് സിംഗും എത്തുകയാണ്. റാലികളും പൊതുയോഗങ്ങളും അല്ല തെരഞ്ഞെടുപ്പ് പ്രവർത്തനം, കോൺഗ്രസ് കൂടുതൽ ശ്രദ്ധ ചെലുത്തണമെന്ന വിമർശനം, താഴെത്തട്ടിൽ ഇറങ്ങിയുള്ള പ്രവർത്തനമാണ് വേണ്ടത് എന്ന് മുൻ മധ്യപ്രദേശ് മുഖ്യമന്ത്രിയും പ്രതികരിച്ചു. ബസന്ത്, കോൺഗ്രസ് ഇരുത്തി ചിന്തിക്കേണ്ട വലിയ പാഠം ഉൾക്കൊള്ളേണ്ട ഒരു തെരഞ്ഞെടുപ്പായി ഇത് മാറുകയാണ്. പ്രത്യേകിച്ച് ചില സമീപനങ്ങൾ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ്. തുടക്കത്തിൽ തന്നെ ഒരു സഖ്യം സംബന്ധിച്ച് തെരഞ്ഞെടുപ്പിലേക്ക് ഇറങ്ങുമ്പോൾ ആ സംസ്ഥാനത്തെ സാഹചര്യങ്ങൾ കൂടി മനസ്സിലാക്കാതെ ഒരു ക്ലെയിം അവിടെ നടത്തുകയാണ്. അങ്ങനെ പല കാര്യങ്ങളും നേരത്തെ നേതാക്കളടക്കം പറഞ്ഞതുപോലെ താഴെത്തട്ടിലേക്ക് ഇറങ്ങിയുള്ള അടിസ്ഥാന വോട്ടുകൾ സമാഹരിക്കാനുള്ള ഒരു ശേഷി പോലും കോൺഗ്രസിന് ഇല്ലാതാകുമ്പോൾ ഈ വിമർശനങ്ങൾ എത്രത്തോളം വരുന്നുണ്ട്? കോൺഗ്രസിൻ്റെ നാളുകളിൽ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിനൊക്കെ എത്രത്തോളം വെല്ലുവിളി ഉയർത്തുന്ന റിസൾട്ടാണിത്? പ്രജീഷ്, ഇപ്പോൾ കോൺഗ്രസിൻ്റെ ഈ ദയനീയ പ്രകടനത്തിൽ പാർട്ടിക്കുള്ളിൽ തന്നെ ആദ്യ വിമർശനങ്ങൾ ഉയർന്നു തുടങ്ങിയിട്ടുണ്ട്. ശശി തരൂർ തിരുവനന്തപുരത്ത് പറഞ്ഞത് ഇത് പാർട്ടി ഇതിനെക്കുറിച്ച് ആത്മപരിശോധന നടത്തണം എന്നുള്ളതാണ്. ഇതിന് തൊട്ട് പിന്നാലെ ദിഗ്വിജയ് സിംഗ് ആണ് അതിനേക്കാൾ വലിയ വിമർശനവുമായി രംഗത്തിറങ്ങിയിട്ടുള്ളത്. അദ്ദേഹം പ്രധാനമായും പറയുന്നത് പൊതുയോഗങ്ങളും റാലികളുമല്ല സംഘടനാ പ്രവർത്തനം എന്നുള്ളതാണ്. അതായത് പാർട്ടി പ്രവർത്തനം എന്നുള്ളത് അതാണ് എന്ന് കരുതുന്ന ഒരു വിഭാഗം നേതാക്കൾ ഇന്ന് കോൺഗ്രസിലുണ്ട് എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ വിമർശനം. പാർട്ടി പൊതുയോഗങ്ങളും റാലികളുമല്ല സംഘടനാ പ്രവർത്തനം, താഴെത്തട്ടിൽ അതായത് പോളിംഗ് ബൂത്തിൽ നിങ്ങൾ എങ്ങനെ ജനങ്ങളുമായി ഇടപെടുന്നു എന്നുള്ളതാണ്, എത്രത്തോളം ശക്തമായി അവരുമായി സംവദിക്കുന്നു എന്നുള്ളതാണ് സംഘടനാ പ്രവർത്തനം എന്ന് അദ്ദേഹം ഓർമ്മിപ്പിക്കുകയാണ്. മാത്രമല്ല ആ ട്വീറ്റിൽ, ആ എക്സ്പോസ്റ്റിൽ അദ്ദേഹം രാഹുൽ ഗാന്ധിയെയും പ്രിയങ്ക ഗാന്ധിയെയും മല്ലികാർജ്ജുന ഖാർഗെയും ഒക്കെ ടാഗ് ചെയ്തിട്ടുണ്ട്. അതായത് നേതാക്കൾ അറിയണം ഇതാണ് ഞങ്ങളുടെ നിലപാടെന്നുള്ളത്. അതായത് സംഘടനാ പ്രവർത്തനം എന്ന് പറയുന്ന കുറേ റാലി നടത്തുകയോ പൊതുയോഗം നടത്തുകയോ ഒന്നും അല്ല എന്നുള്ള ആ ഒരു സത്യം നിങ്ങൾ തിരിച്ചറിയണം എന്നാണ് ദിഗ്വിജയ് സിംഗ് പറഞ്ഞിരിക്കുന്നത്. 2-3 തവണ മധ്യപ്രദേശ് മുഖ്യമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ് ദിഗ്വിജയ് സിംഗ്. ആ ഒരു മുൻകാല പ്രവർത്തന പരിചയം കൂടി അദ്ദേഹം ഈ കോൺഗ്രസ് നേതൃത്വത്തിന് മുന്നിലേക്ക് തൻ്റെ പരാതി വെക്കുമ്പോൾ അദ്ദേഹം എടുത്തു പറയുന്നുണ്ട്. ശശി തരൂരും സമാനമായ രീതിയാണ് പറഞ്ഞത്. രാഹുൽ ഗാന്ധി റാലി നടത്തിയല്ലോ, എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോൾ അത് അവിടെ പോയി ചോദിക്കണം എന്നുള്ള തരത്തിൽ അദ്ദേഹം പറഞ്ഞു പോകുമ്പോൾ ഈ ഇന്നത്തെ ഹൈക്കമാൻഡിൻ്റെ കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിൻ്റെ പ്രവർത്തനത്തോട് യോജിപ്പില്ലാത്ത സ്വരങ്ങൾ ഉയരുന്നു. വരും ദിനങ്ങളിൽ അത് കൂടുതൽ ശക്തമാവുകയും ചെയ്യും. ബസന്ത്, ഒപ്പം തന്നെ ഇനിയുള്ള കേന്ദ്ര സർക്കാരിൻ്റെ അല്ലെങ്കിൽ BJPയുടെ NDAയുടെ കെട്ടുറപ്പ് സംബന്ധിച്ച് ബീഹാറിലെ വിജയം എത്രത്തോളം സുശക്തമായി നീങ്ങാനുള്ള ഒരു സാഹചര്യം ഒരുക്കിയിട്ടുണ്ട്. തിരഞ്ഞെടുപ്പിന് മുമ്പ് നമ്മൾ പറഞ്ഞു കേട്ടുവല്ലോ, വിധി മറ്റൊന്നാണെങ്കിൽ എന്തായിരിക്കും കേന്ദ്ര സർക്കാരിൻ്റെ ഭാവി എന്ന്. ഇന്നിപ്പോൾ നമ്മൾ ചർച്ച ചെയ്യുന്നത് എന്താണ്, മഹാസഖ്യത്തിൻ്റെ ഭാവി എന്താണെന്ന്. അപ്പോൾ ഇനിയുള്ള ദിവസങ്ങളിൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ബീഹാർ കേന്ദ്രീകരിച്ചുള്ള രാഷ്ട്രീയം, ഒപ്പം ഇതുപോലെ തന്നെ, കാരണം സഖ്യ കക്ഷികളുടെ 2 പ്രധാനപ്പെട്ട കക്ഷികളുടെ ബലത്തിലാണ് കേന്ദ്ര സർക്കാർ നിൽക്കുന്നത്. അവിടെ ഇപ്പോൾ നിതീഷിൻ്റെ സംഖ്യ ഉയരുന്നു. അവിടെ ഒറ്റക്കക്ഷിയായ സംസ്ഥാനത്ത് ബീഹാറിൽ BJP മാറുന്നു. അതൊക്കെ നാളേക്കുള്ള ഒരു വിലയിരുത്തലായി എങ്ങനെ മാറിയേക്കാം? പ്രജീഷ്, മഹാസഖ്യത്തിൽ NDA സഖ്യത്തിൽ ഇത് വലിയ വിഷയങ്ങളൊന്നും ഉണ്ടാക്കുന്നില്ല. അവർക്കൊരു കൂടുതൽ ആത്മവിശ്വാസത്തോടെ അടുത്ത കൊല്ലം നടക്കുന്ന 5 നിയമസഭാ തെരഞ്ഞെടുപ്പുകളെ സമീപിക്കാൻ BJPക്ക് കഴിയുന്നു എന്നുള്ളതാണ്. അതായത് ബംഗാളിൽ വലിയ വെല്ലുവിളിയാണ് മമതാ ബാനർജിക്ക് BJP ഉയർത്തുന്നത്. അപ്പോൾ അവിടെ വലിയ തോതിലുള്ള ഒരു പ്രകടനം കാഴ്ചവെക്കാൻ കഴിയുമെന്നുള്ള ഉറച്ച വിശ്വാസം BJPക്കുണ്ട്. അവിടെ അധികാരത്തിൽ വരെ എത്താൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്ന ഒരു സാഹചര്യം, ആസാമിൽ അധികാരം നിലനിർത്താൻ കഴിയുന്ന ഒരു സാഹചര്യമാണ് അവർ പ്രതീക്ഷിക്കുന്നത്. അതുപോലെ തമിഴ്നാട്ടിൽ വലിയ തോതിൽ സീറ്റുകൾ നേടാൻ കഴിയും. DMK സഖ്യത്തിൻ്റെ എതിരായിട്ട് നിന്നുകൊണ്ട് ADMKയുമായിട്ടുള്ള സഖ്യത്തിൽ നിന്നുകൊണ്ട് കൂടുതൽ സീറ്റുകൾ നേടാൻ കഴിയുമെന്നുള്ളൊരു പ്രതീക്ഷ BJPക്ക് നൽകുന്നു. ഇത് കുറച്ചുകൂടി ആത്മവിശ്വാസം നൽകുന്നതാണ് ഈ ഒരു നീക്കം ഈ വിജയം എന്ന് പറയുന്നത്. അതുപോലെ കേരളത്തിൽ കഴിഞ്ഞ തവണ പൂട്ടിപ്പോയ അക്കൗണ്ട് വീണ്ടും ശക്തമായി തുറക്കാൻ കഴിയുമെന്നുള്ളൊരു ആത്മവിശ്വാസം അവർക്കുള്ളത് അല്ലെങ്കിൽ നൽകുന്നതായിരിക്കും ഈ തെരഞ്ഞെടുപ്പ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ആ ഒരു ഘടകം ഇതിലുണ്ട്. മാത്രമല്ല, വരാൻ പോകുന്ന പാർലമെൻറ്റ് സമ്മേളനം, ശൈത്യകാല സമ്മേളനം 1-ാം തീയതി മുതൽ നടക്കുന്നതിൽ ഈ ഹരിയാനയിലെ വോട്ട് ചോരി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കോൺഗ്രസ് രംഗമെത്താൽ അതിനെ പ്രതിരോധിക്കാൻ അവർക്ക് ശക്തമായ ഒരു ഇതിരിക്കുന്നു. ജനങ്ങൾ അത് തള്ളിക്കളഞ്ഞു എന്ന് അവർക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയുന്ന ഒരു സാഹചര്യമാണുള്ളത്. അതായത് ബീഹാറിൽ ഇത് വലിയ വിഷയമാക്കാൻ നോക്കിയ കോൺഗ്രസിന് ഏറ്റവും കനത്ത തിരിച്ചടിയാണ്. SIR ഒന്നും അവിടെ ഒന്നും ചർച്ചയായില്ല എന്നുള്ളതിൻ്റെ പുറമെ രാഹുൽ ഗാന്ധി ദിവസങ്ങളോളം വോട്ട് യാത്ര നടത്തിയതല്ലാതെ വേറൊന്നുമില്ല.
അതവിടെ എന്തെങ്കിലും ഗുണം കോൺഗ്രസിന് ലഭിച്ചു എന്ന് പറയാനും കഴിയാത്തൊരു സാഹചര്യമാണ് ഇപ്പോൾ 2 സീറ്റിലേക്ക് ചുരുങ്ങുന്നത്. അപ്പോൾ അതാണ് BJPയെ സംബന്ധിച്ചിടത്തോളം ഈ വരുന്ന 5 നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ, അടുത്ത കൊല്ലം നടക്കാൻ പോകുന്ന 5 നിയമസഭാ തെരഞ്ഞെടുപ്പുകളെ വളരെ ആത്മവിശ്വാസത്തോടെ സമീപിക്കാൻ കഴിയുന്നൊരു സാഹചര്യം. അവിടെ MIM-ന്റെ കാര്യത്തിൽ കഴിഞ്ഞ തവണത്തെ അതേ നിലയിലേക്ക് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ അപ്ഡേറ്റ് വരികയാണെങ്കിൽ 5-5 എന്ന നിലയിലേക്കാണ് അവരുടെ പെർഫോമൻസ് വരുന്നത്. അപ്പോൾ ഈ ന്യൂനപക്ഷ മേഖലകളിലൊക്കെ തന്നെ പലപ്പോഴും ഈ BJPയുടെയൊക്കെ ഒരു ബി ടീമായി പ്രവർത്തിക്കുന്നു പല നിർണായക തെരഞ്ഞെടുപ്പുകളിൽ നിന്നൊക്കെ MIM-നെ കുറിച്ചുള്ള ആക്ഷേപം പലപ്പോഴും ഉയരാറുണ്ട്. ഇപ്പോൾ ഇന്നത്തെ ഈ ഒരു വോട്ട് കട്ടറായിട്ടൊരു അങ്ങനെ ഏതെങ്കിലും മേഖലകളിൽ ഏതൊക്കെ മേഖലകളിൽ മാറിയിട്ടുണ്ട്, ഇത്രയധികം വോട്ട് നേടിക്കൊണ്ട് ഇത്രയധികം സീറ്റുകൾ മികച്ച രീതിയിൽ മെച്ചപ്പെട്ട രീതിയിലേക്ക് പ്രതിപക്ഷ നിരയിൽ നിന്ന് അല്ലെങ്കിൽ NDA ഇതര കക്ഷികളെ നോക്കുമ്പോൾ നല്ല കോൺഗ്രസുമായിട്ടൊക്കെ താരതമ്യം ചെയ്യുമ്പോൾ മികച്ച രീതിയിൽ പെർഫോം ചെയ്യാൻ കഴിഞ്ഞിരിക്കുന്നത് MIM-ന് അത് ഏതൊക്കെ മേഖലകളിൽ അത് പ്രതിഫലിച്ചിട്ടുണ്ട്? പ്രജീഷ്, സീമാഞ്ചൽ മേഖലയിലാണ് ഇപ്പോൾ പ്രധാനമായും ഒവൈസിയുടെ പാർട്ടിയായ AAMIM മത്സരിച്ചത്. ഇപ്പോൾ 5 സീറ്റിൽ അവർ ലീഡ് ചെയ്യുന്നു അല്ലെങ്കിൽ മുന്നിട്ട് നിൽക്കുന്നു എന്നുള്ളതാണ്. അവിടെ സീമാഞ്ചൽ മേഖലയിലെ 24 മണ്ഡലങ്ങളാണ്, 4 ജില്ലകളിലായിട്ടുള്ള 24 മണ്ഡലങ്ങളിൽ മുസ്ലിം വോട്ടുകളുടെ ഭൂരിപക്ഷമുള്ള പല മേഖലകളുമുണ്ട്. അപ്പോൾ ആ വോട്ടുകൾ പിളർത്തുന്നത് NDAക്ക് ഗുണം ചെയ്യുമെന്നുള്ളൊരു വിലയിരുത്തലാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഒവൈസി മത്സരിച്ചപ്പോൾ തന്നെ കഴിഞ്ഞ തവണയും 5 സീറ്റ് കിട്ടിയിരുന്നു. ഇത്തവണ മഹാസഖ്യത്തിൻ്റെ കൂടെ മത്സരിക്കാൻ താല്പര്യപ്പെട്ടുകൊണ്ട് MIM കത്തൊക്കെ നൽകിയിരുന്നു കോൺഗ്രസിനും RJDക്കും ഒക്കെ. പക്ഷേ അതിന് വലിയ പ്രതികരണമൊന്നും ലഭിച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് MIM ഇത്തവണയും ഒറ്റയ്ക്ക് മത്സരിക്കാൻ ഇറങ്ങിയത്. പ്രചരണം വലിയ തോതിലുണ്ടായിരുന്നു. മുകേഷ് സാഹ്നിയെ ഉപമുഖ്യമന്ത്രിയായിട്ട് കോൺഗ്രസും RJDയും പ്രഖ്യാപിച്ചപ്പോൾ തന്നെ ഒവൈസി വളരെ സജീവമായിട്ട് രംഗത്ത് വന്നു. മുകേഷ് സാഹ്നിയേക്കാൾ അല്ലെങ്കിൽ വികാസ് ഇൻഷിൽ VIP പാർട്ടിയേക്കാൾ അല്ലെങ്കിൽ അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന മല്ലാ വിഭാഗത്തേക്കാൾ വളരെ സജീവമായി ഒപ്പമുണ്ടായിരുന്ന മുസ്ലിങ്ങളെ മറന്നുകൊണ്ട് അവർക്കൊരു ഉപമുഖ്യമന്ത്രി സ്ഥാനം കൊടുക്കാത്ത നടപടി തെറ്റ് എന്നുള്ള ആ പ്രചരണം കുറേയൊക്കെ ആ മേഖലയിൽ ഏശിയിട്ടുണ്ടാവാം. അന്തിമമായി ഫലം വരുമ്പോൾ മാത്രമേ സീമാഞ്ചൽ മേഖലയിൽ എങ്ങനെയാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം പ്രതിഫലിച്ചത് എന്നറിയാൻ കഴിയുകയുള്ളൂ. ഒവൈസിയുടെ നിലപാടും ഒവൈസി സ്വീകരിച്ച രാഷ്ട്രീയ നിലപാടുമൊക്കെ അതവിടെ പ്രതിഫലിച്ചിട്ടുണ്ടോ എന്നറിയാൻ കഴിയുള്ളൂ. എങ്ങനെയാണ് RJD വോട്ടുകളെ ചിതറിച്ചത്, NDA സ്ഥാനാർത്ഥിയുടെ വിജയത്തിന് വഴിവെച്ചത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. ഏതായാലും ഒവൈസിയുടെ സാന്നിധ്യം സീമാഞ്ചൽ മേഖലയിൽ RJD കോൺഗ്രസ് സഖ്യത്തെ വലിയ തോതിൽ ദോഷം ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല.